ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രോപ്പ് ഓയിൽ പോലും ഉപയോഗിക്കാതെ ചിക്കൻ റോസ്റ്റ്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 600 ഗ്രാം ചിക്കൻ ഞാനൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങ. ആദ്യമായിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഈ ചിക്കനിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, മുളക് പൊടി ഇട്ടു, ഗരം മസാലപ്പൊടി ഇട്ടു, മഞ്ഞൾ പൊടി ഇട്ടു, ഉപ്പ് പൊടി ഇട്ടു. ഇനി ഞാൻ നാരങ്ങ നീരൊഴിക്കുന്നു. നിങ്ങൾ നല്ലപോലെ എരിവ് കൂട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇത് കൈകൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നു. ഇത് മസാല നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് മാരിനേഷന് വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫിലിപ്സ് എയർ ഫ്രയറിലാണ്. ഈ എയർ ഫ്രയർ ഞാൻ ഓൺ ചെയ്തു. ഇനി ഇതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റിലേക്ക് വെക്കുന്നു. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചിക്കൻ പീച്ചിടും. അതുപോലെ തന്നെ ഞാൻ ഈ 3 മാസം മുമ്പ് വാങ്ങിയ ഒരു കിച്ചൺ അപ്ലയൻസ് ആണ് ന്യൂട്രിപോട്ട്. ഇതിലും വിത്തിൻ നോ ടൈം നമുക്ക് എല്ലാം മിക്കവാറുമുള്ള കുക്കിംഗ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യാം. ഇതും ന്യൂട്രിറ്റീവ് വാല്യൂ കുറയാതെ തന്നെ നമുക്ക് ആഹാരം ഇതിൻ്റെ അകത്ത് പാകം ചെയ്തെടുക്കാം. 5 മിനിറ്റ് ആയി. ഞാൻ പ്രീ ഹീറ്റിൽ വെച്ചിരുന്ന 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. ഇത് 5 മിനിറ്റ്സ് ഇപ്പം ഇതിൻ്റെ ആരോ മാർക്ക് 0-ൽ വന്നിരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. ഇനി നമ്മൾ ഈ ട്രേ എടുക്കുന്നു. ഇതിൽ ഞാനൊരു സ്വല്പം ഓയിൽ ബ്രഷ് ചെയ്യുന്നു. അതിനുശേഷം ഈ ചിക്കൻ ഓരോ പീസായിട്ട് ഇതിൻ്റെ അകത്ത് വെക്കുന്നു. ഇനി ഞാനിത് തിരിച്ച് ഇതിൽ വെക്കുന്നു. ഒരു 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് നേരത്തേന് വയ്ക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനിയും കാണാം. 10 മിനിറ്റായി. ഇത് നമുക്കിനി ഒന്ന് മറിച്ചിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊരു സിൽവർ ഫോയിൽ പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിൽ ഈ ചിക്കൻ വയ്ക്കാം. പക്ഷെങ്കിൽ അപ്പോൾ ഈ ഹോട്ട് എയർ എല്ലാ സ്ഥലത്തും ഒരുപോലെ ചെല്ലത്തില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. ഇനിയും നമ്മളൊരു 10 മിനിറ്റും കൂടെ വെക്കുന്നു. 10 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. പെർഫെക്റ്റ്. നിങ്ങൾക്ക് കാണാം, നമ്മൾ ഒരു ഡ്രോപ്പ് എണ്ണ പോലും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടില്ല. പക്ഷേ ഇത് ശരിക്കും വെന്ത് നല്ല കളറും വന്നു. നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നിങ്ങളിത് സ്നാക്സ് ആയിട്ടാണ് കഴിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ സവോളയിൽ ഒരു സ്വല്പം നാരങ്ങ നീരും ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.